ഗേയം ഗീതാ നാമസഹസ്രം ധ്യേയം ശ്രീപതി രൂപമജസ്രം നേയം സജ്ജന സങ്കേചിതം ദേയം ദീനജനായ ച വീതം. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മധുസൂദന വാര്യർ. പ്രിയരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ അമർത്തി ലൈക്ക് ബട്ടൺ കൂടി അമർത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. ചാനൽ എല്ലാവരും കാണുന്നുണ്ട് എന്നുള്ള ഉറപ്പിനും നിലനിർത്താനും വേണ്ടി, കൂടാതെ അതാത് ഭാഗത്തെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കിട്ടുന്നതിനു വേണ്ടിയൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. ശല്യ ശ്ലോകം ശങ്കരാചാര്യരുടേത് എന്ന് പറയപ്പെടുന്ന ഭജഗോവിന്ദത്തിലത്തെയാണ്. എത്രയാ ശ്ലോകത്തിലത്തെ നമ്പർ എന്നുള്ളതിനെക്കുറിച്ച് അടക്കം അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവിടെ 27ാമത്തെ ശ്ലോകമായിട്ടാണ് കാണുന്നത്. പലതും പല ശ്ലോകങ്ങൾ പ്രക്ഷിപ്തമായിട്ട് ചേർത്തിട്ടുണ്ട്. 32 ശ്ലോകം, 42 ശ്ലോകം എന്നൊക്കെ പല അഭിപ്രായമുണ്ട്. എന്തായാലും 27ാമത്തെ ആയിട്ടാണ് ഈ പുസ്തകത്തിൽ കാണുന്നത്. ശങ്കരാചാര്യരുടെ നേരിട്ടുള്ള കൃതിയല്ല, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ സുമതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ ശ്ലോകത്തിൻ്റെ രചയിതാവ് എന്നാണ് ഈ ഗ്രന്ഥത്തിൽ കാണുന്നത്. അതെന്തോ ആവട്ടെ. ഇവിടെ സൂചിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഭാരതീയരായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വേണ്ട ചില കാര്യങ്ങൾ. ഗേയം ഗീത നാമസഹസ്രം, സഹസ്രനാമം, പ്രത്യേകിച്ചും വിഷ്ണു സഹസ്രനാമം. സഹസ്രനാമം എന്ന് മാത്രം പറഞ്ഞാൽ വിഷ്ണു സഹസ്രനാമമാണ് എന്നാണ് വിദഗ്ധാഭിപ്രായം. അല്ലെങ്കിൽ അത് വേറെ പറയും, ലളിതയാണ്, ശിവനാണ് എന്നൊക്കെ വേറെ പറയും. പറഞ്ഞില്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമമാണ്. അതാണ് ഇവിടെ ഗേയം ഗീത നാമസഹസ്രം. ഗീതയും വായിക്കണം, നാമസഹസ്രവും, ഇത് രണ്ടും ആദ്യമായിട്ട് പറഞ്ഞു. രണ്ടിനും വളരെയേറെ പ്രാധാന്യമുണ്ട് എന്നാണ്. സഹസ്രനാമത്തിൻ്റെയൊക്കെ മഹാത്മ്യം പറയുകയാണെങ്കിൽ എത്രയാണ് എന്ന് പറഞ്ഞാൽ തീരില്ല. മണിക്കൂർ കണക്കിന് പറയാം എന്നാണ് അഭിജ്ഞർ പറയണത്. അതിലും ശ്ലോകത്തിൽ ചെറുതായിട്ടുള്ള വിധത്തിൽ ഒതുക്കേണ്ടത് കൊണ്ട് അനവധി നാഡികളെയും ഞരമ്പുകളെയും നിയന്ത്രിക്കുന്നതും, ഷുഗറോ പ്രഷറോ മറ്റനവധി നമുക്ക് വരാൻ പോകുന്ന രോഗങ്ങൾ നിയന്ത്രിച്ചിട്ടില്ലാതാക്കാനും, ഉള്ള രോഗങ്ങളെ കുറയ്ക്കാനും, മനസ്സമാധാനം നൽകാനും, സർവ്വവിധ ഐശ്വര്യങ്ങളും ഉയർച്ചയും ജീവിതത്തിലുണ്ടാവാനും സഹസ്രനാമത്തിന് കഴിവുണ്ട് എന്ന് ഇപ്പോൾ പറഞ്ഞ് നിർത്തട്ടെ. ഇനിയും ഒരുപാട് പറയാനുണ്ട്. അതേപോലെ ഗീത, ഈ ഗീത രാമകൃഷ്ണ പരമഹംസർ പറയും, വേഗത്തിൽ കുറേ പറഞ്ഞാൽ തന്നെ ഗുണം കിട്ടും. ഗീത 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 ഗീത. കാരണം കുറേ പറഞ്ഞാൽ ത്യാഗി 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 എന്നാവും. അത്ര ഗീതാഗി ത്യാഗി ഗീതാഗി ത്യാഗി ഗീതാഗി ത്യാഗി ഗീത ഗീത എന്ന് പറഞ്ഞാൽ ത്യാഗി എന്നാവും എന്നാണ്. രാമരാമാവൻ തിരിച്ചാവണ പോലെ. അപ്പോൾ ത്യാഗി എന്ന് കുറേ പറയുമ്പോൾ കുറച്ചൊരു ത്യാഗാംശം ഇത് കുറേ റിപ്പീറ്റ് ചെയ്താൽ ഉണ്ടാവും എന്നാണല്ലോ പറയണത്. അപ്പോൾ ത്യാഗത്തിൻ്റെ മാർഗം നമുക്ക് പറഞ്ഞു തരുന്ന, എല്ലാ മനസ്സിൻ്റെ മൂഢതകളും സംശയങ്ങളും അകറ്റുന്ന, ഏറ്റവും നിർണായക ഘട്ടത്തിൽ അർജുനന് യുദ്ധത്തിനുള്ള വൈദഗ്ധ്യവും സാമർഥ്യവും ഉത്സാഹവും കൊടുത്ത ഉപദേശമാണ് ഗീത. നമ്മളൊക്കെയും ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികൾ നേരിടുന്നവരായിരിക്കാം പലരും. അവരെങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, എന്ത് ചിന്തിക്കണം എന്ന് പോലും നിശ്ചയമില്ലാത്ത അവസ്ഥയിൽ ഗീത എടുത്ത് വായിച്ചാൽ മനസ്സിന് വളരെയേറൊരു ശക്തി, ഒരു ഊർജം, നിരാശ എന്നുള്ളത് നീങ്ങിപ്പോകുന്ന ഒരു അത്ഭുതം നമുക്ക് കാണാം. അർത്ഥം അറിയാണ്ട് ചൊല്ലിയാൽ കൂടിയുണ്ട്. ആ മന്ത്രങ്ങളാണ് ഈ ശ്ലോകങ്ങളൊക്കെ എന്നാണ് പൊതുവേ ഒരു അഭിപ്രായം. അപ്പോൾ ആ ശ്ലോകം നമ്മൾ ഉരുവിട്ടാൽ അർത്ഥം അറിഞ്ഞാൽ ഏറ്റവും നന്നായി. അത് അറിഞ്ഞില്ലെങ്കിൽ പോലും അതിനൊരു ഫലമുണ്ട്. സഹസ്രനാമത്തിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടല്ലല്ലോ നമ്മൾ ചെല്ലണത്. നാമത്തിന് അർത്ഥചിന്തന അത്യാവശ്യമല്ല. അങ്ങനെ ഒന്നാണ് ഈ ഗീതയും. നാമം മാത്രമല്ലെങ്കിലും. അപ്പം ഗീത
ഗേയം ഗീത നാമസഹസ്രം, ഗീത പഠിക്കുക, നാമസഹസ്രം സഹസ്രനാമം ചൊല്ലുക. ധ്യേയം ശ്രീപതി രൂപമജസ്രം, ഭഗവാന്റെ രൂപം ധ്യാനിക്കുക. മെഡിറ്റേഷൻ, യോഗ, ധ്യാനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആത്മീയ സാധനയിൽ. 6-ാമത്തെ അധ്യായത്തിൽ ഗീതയിൽ പറയേണ്ട ധ്യാനവിധി. സ്വരൂപം പറഞ്ഞിട്ടില്ല, സ്വരൂപം നമ്മുടെ ഇഷ്ടത്തിന് വിട്ടു തന്നിരിക്കുകയാണ്. നേരത്തെ എണീട്ട് ഹൃദയമാകുന്ന താമരയെ ഓങ്കാരം കൊണ്ടും മന്ത്രജപം കൊണ്ടും സാവധാനം വിടർത്തി സൂര്യചന്ദ്ര അഗ്നികളെ അതിനകത്ത് സങ്കല്പിച്ച്, അല്ലെ ആ മഞ്ഞ കർണികയിൽ സങ്കല്പിച്ച് ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കുക. അങ്ങനെ ധ്യാനമാകുമ്പോൾ നമുക്ക് പലവിധ സിദ്ധികൾ, പലവിധ അത്ഭുതങ്ങൾ അതുകൊണ്ട് നേടാൻ കഴിയുക ഒരൊറ്റ കാര്യം കൊണ്ട്. അതാണ് ധ്യേയം ശ്രീപതി രൂപമജിസ്ത്രം. ധ്യാനം എന്ന് പറയുന്നത് ആത്മീയ സാധനയിൽ നമുക്ക് ഉയരാനുള്ള വളരെ നല്ല ഒരു സ്റ്റെപ്പാണ്. അഷ്ടാംഗയോഗമൊക്കെ അനുഷ്ഠിച്ച് ധ്യാനിക്കുക പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പ്രാണായാമമൊക്കെ തിരിച്ച് ആസനം, നിയമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം മുതലായിട്ടുള്ള അഷ്ടാംഗയോഗത്തിൽ ധാരണ, ധ്യാനം, സമാധി അവസാനത്തെ 3 ഘട്ടമാണ്. ധാരണ, ധ്യാനത്തിനുള്ള ശ്രമം, ധ്യാനാവസ്ഥയിൽ എത്തൽ, മറ്റൊരു ശ്രമമാണത് എത്തലാണ്. ഇനി ഒന്നും കൂടിയുണ്ട്, അതാണ് സമാധി. അതിലെന്താ ചോദിച്ചു കഴിഞ്ഞാൽ സ്വരൂപമില്ല, ഒരു സ്വരൂപത്തെ കൂടി വിടുക. വാർപ്പൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് എടുത്ത് കളയും നമ്മൾ, ഇല്ലേ, പിന്നെ അത് പൊട്ടി വീഴില്ല. എന്ന പോലെ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ രൂപത്തിൻ്റെ ആവശ്യമില്ല. അതാണ് അതിൽ എത്താൻ വേണ്ടി മാത്രമേ ഇത്രയും രൂപം വേണ്ടൂ. രൂപം വരെ ഇടത്തട്ടാണ്. മനസ്സാണ്ടായി കഴിഞ്ഞ അവസ്ഥയിലെത്തിയാൽ പിന്നെ എന്ത് ചെയ്യാം, രൂപത്തിനെ നീക്കാം. അതാണ് ധാരണ, ധ്യാനം, സമാധി. അത് അനുഷ്ഠിക്കുക. പിന്നെ നേയം സജ്ജന സംഘേ ചിത്തം, ധ്യേയം സജ്ജന സംഘത്തിൽ കുറച്ച് മനസ്സ് കൊടുക്കുക. അപ്പം നമ്മൾ ആദ്യം മുതലേ ഇവിടെ പറഞ്ഞു വരണ ഒരു കാര്യമാണ്. കുറച്ച് നേരം ഫോണിലായാൽ പോലും ഒരു സജ്ജനവുമായിട്ട് സംവാദം നടത്തുക, നല്ല കാര്യങ്ങൾ. അല്ലേ, ഇപ്പം നമ്മൾ ഈ ഗ്രൂപ്പ് കൂടെ ചെയ്യണത് അതാണ്. ഗ്രൂപ്പ് കൂടെ ചെയ്യണത് എന്താ, ഈശ്വര വിഷയങ്ങളല്ലാണ്ട് അതിലൊന്നും നമ്മൾ ചർച്ച ചെയ്യുകയോ പറയുകയോ കേൾക്കുകയോ ഓഡിയോ ഇടുകയോ ചെയ്യണില്ല. എന്തെങ്കിലോ നാമങ്ങൾ, അല്ലെങ്കിൽ ഗീത, അല്ലെങ്കിൽ ഈശ്വര എന്തെങ്കിലും കീർത്തനങ്ങൾ. അപ്പോൾ അതൊക്കെ സത്സംഗമാണ്, ഒരു സത്സംഗത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ മൊബൈലായിട്ടും ഗ്രൂപ്പായിട്ടും വേറൊന്നായിട്ടും യൂട്യൂബായിട്ടും തുടങ്ങിക്കൂടെ എന്നൊക്കെ എന്നോട് ചോദിച്ചാൽ എനിക്ക് വലിയ മടിയാണ് ഇതിനൊക്കെ. ഇതിനോടൊന്നും എനിക്ക് അത്ര ഇതില്ല, വിമുഖതയാണ്. പക്ഷെ പിന്നെ ആലോചിച്ച് നോക്കിയപ്പോൾ പലവരുടെയും കാണുമ്പോൾ തോന്നി അതും ഒരു സത്സംഗമാണല്ലോ. മറ്റു വിഷയങ്ങളൊന്നും നമ്മൾ അതിൽ ചർച്ച ചെയ്യണില്ല, നിർബന്ധമാണ്. മറ്റൊരു കാര്യം അതിൽ കൂട്ടിക്കലർത്തരുത്. അങ്ങനെയാവുമ്പോൾ കുഴപ്പമില്ല, കുറച്ച് നേരം ഈശ്വരകാര്യം നമുക്ക് അനുഷ്ഠിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രൂപ്പാണെങ്കിലും വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യലൊക്കെ സജ്ജന സംഘമാണ്. അത് സത്സംഗമാണ്. ഇന്നത്തെ രീതിയിലുള്ള ചെറിയൊരു സത്സംഗമാണ് ഈ ഗ്രൂപ്പ്, ഷെയറിങ്, യൂട്യൂബ്, ഇതൊക്കെ. ആ കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ സജ്ജന സംഘത്തിൽ കുറച്ച് സമയം ചിലവഴിക്കുക. ഒരു ദിവസം അവിടെ പറഞ്ഞതാണ് അത് ചെയ്യണം എന്നാണ്. അല്ലെങ്കിൽ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവും, വേണ്ടാത്തടത്തേക്ക് പോവും, അല്ലച്ച ഉറക്കം വരും. അപ്പം അത് കളയാനാണ് എന്ത് ചെയ്യണല്ലേ, 2 മണി മുതൽ 3 മണി വരെയെങ്കിലും ഉറങ്ങേണ്ട ആവശ്യമില്ല. 3 മണിക്ക് ശേഷം 4 മണി വരെ ഉറങ്ങിയാൽ മതി. പകൽ എപ്പോഴും ഉറക്കം കുറയ്ക്കണം, കുറച്ചേ പാടുള്ളൂ എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. കുറച്ചാവാം, ഒരു മയക്കം 2 മണിക്കൂറും 3 മണിക്കൂറും കിടന്ന് ഉറങ്ങാൻ പാടില്ല. അപ്പം അത് ഉച്ചയ്ക്ക് ആകുമ്പോൾ നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം, നല്ല കാര്യമാണ്. അപ്പോൾ പറഞ്ഞാൽ ധ്യേയം സജ്ജന സംഖ്യ, കുറച്ച് അങ്ങനെ ഇരിക്കും, എന്നിട്ട് ഉറങ്ങിക്കോളൂ കുറച്ച്. ധ്യേയം ദീനജനായച്ച വിത്തം, ആവശ്യമുള്ളവർക്ക് നമ്മുടെ ധനത്തിൽ ചെറുതായിട്ടൊരംശം നീക്കി വയ്ക്കുക. നമ്മുടെ ധനം മുഴുവൻ നമുക്ക് ചിലവാക്കണതിൽ 1/5 എത്രയും നമുക്ക് ചിലവാക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ബാക്കി 1/5 ഗവൺമെൻറ്റിനാണ്, ടാക്സായിട്ട് അവകാശപ്പെട്ടതാണ്. പിന്നെ ഒരു 5/1 അത് ധർമ്മ വിഷയത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അമ്പലം നന്നാക്കുക, സജ്ജന ഇല്ലാത്തവർക്ക് കൊടുക്കുക, അതൊക്കെ ധർമ്മ വിഷയം. 5/1 ഭാവിയിലേക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ 5/1 സ്വയം ആവശ്യത്തിനും. അങ്ങനെ ബന്ധുജനങ്ങൾക്ക് കൊടുക്കുക, സ്വയം ആവശ്യത്തിന് 5/1, ഇൻവെസ്റ്റ് ചെയ്യാൻ 5/1 ധർമ്മ വിഷയത്തിലേക്ക്, ഇങ്ങനെ 5/1 ടാക്സ്, ഇങ്ങനെ 5 ആക്കി വിഭജിക്കണം നമ്മൾ ധനം എന്നാണ് പറയുന്നത്. അങ്ങനെ ധനത്തെ ചിലവാക്കുക, ഇതൊക്കെയും വേണം. അപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ 3-4 കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഗീത പഠിക്കുക, അപ്പോൾ സഹസ്രനാമം കേൾക്കുകയും ചെല്ലുകയും ചെയ്യുക, ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ ധ്യാനിക്കുക, സജ്ജന സംഘമായിട്ട് കുറച്ച് നേരമെങ്കിലും ചിലവാക്കുക, ധനം 5 ആക്കി വിഭജിച്ചിട്ട് കൊടുക്കേണ്ടവർക്ക് കൊടുത്ത് അതിലത്തെ നമുക്ക് അർഹതപ്പെട്ടത് മാത്രം അനുഭവിക്കുക. അങ്ങനെയായാൽ ഈശ്വരഭാവത്തിലേക്ക് എത്താനും ഈശ്വരാനുഗ്രഹം കിട്ടാനും
ദുഃഖിക്കാതെ ഇവിടുന്ന് ജീവിച്ചു പോകാനും നമുക്ക് സാധിക്കും എന്ന് പറയാണ്. അപ്പം ആ 5 കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാറാവട്ടെ, ചെയ്യാനുള്ളതായ ഒരു അവസരം ഭഗവാൻ നൽകട്ടെ. അടുത്ത നിമിത്തമുള്ള ശ്രേയസ്സും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഗേയം ഗീതാനാമസഹസ്രം ദേയം ശ്രീപതിരൂപമജസ്രം നേയം സജ്ജനസംഗേ ചിത്തം ദേയം ദീനജനായ ച വിത്തം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.